Last class we discuss ചെയ്തു. Let phi from G to G dash be a group homomorphism and let H is equal to curl phi, let A element of G. Then the set phi inverse of phi of A equal to set X element of G such that phi of X is equal to phi of A is the left coset AH of H and is also the right coset HA of H. Okay. One example. Consider the absolute value function. That's a homomorphism of the group C star of non-zero complex numbers under multiplication onto the group R plus of positive real numbers under multiplication. So our group C star, that is non-zero complex numbers, C star under multiplication, and R plus, that is positive real numbers under multiplication. Then C star under multiplication, R plus under multiplication like a operation ആണ് absolute value function. Phi എന്ന് പറയുന്നത് absolute value. അപ്പോൾ phi of z കൊണ്ട് മെയിൻ ചെയ്യുന്ന absolute value of z അല്ലെങ്കിൽ magnitude of z. So this phi is a homomorphism because phi of z1 z2 multiplication operation, phi of z1 is z2 equal to phi of z1 into phi of z2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ phi of z1 z2 is absolute value of z1 z2 that is equal to absolute value of z1 into absolute value of z2 that is equal to phi of z1 into phi of z2. So this is a homomorphism. Okay. Again, R plus under multiplication, an identity element. Multiplication operation, 1 is the identity element. So set 1 is a subgroup of R plus under multiplication. That is called our trivial subgroup. Then by our theorem, our first theorem, section first theorem, and the last fourth property, fourth statement. If 1 is a subgroup, k dash is a subgroup of G dash, then phi inverse of k dash is a subgroup of G. So here set 1 is a subgroup of R plus under multiplication. So 1-ലേക്ക് മാപ്പ് ചെയ്യുന്ന എല്ലാ എലമെൻസും, അതായത് phi inverse of 1 is a subgroup of C star under multiplication. അപ്പോൾ R plus under multiplication ഐഡൻറ്റി എലമെൻറ്റ് 1, 1-ലേക്ക് മാപ്പ് ചെയ്യുന്ന C star under multiplication എല്ലാ എലമെൻസും. നമുക്ക് 1-ലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ 1 വരുന്ന അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 1 വരുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് എല്ലാം. ഇപ്പോൾ കോംപ്ലക്സ് നമ്പർ പ്ലെയിൻ എക്സ് വൈ കോംപ്ലക്സ് പ്ലെയിനിലെ എക്സ് വൈ ആക്സ് ഇമാജിൻ ചെയ്യുക. അവിടെ 1-ലെ അബ്സല്യൂട്ട് വാല്യൂ 1 വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 1 വരിക എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡിസ്റ്റൻസ് 1 വരുന്ന എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സും, ഒറിജിനൽ ഡിസ്റ്റൻസ് 1 വരുന്ന കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് പ്ലെയിനിൽ ഒറിജിൻ സെൻറ്ററായിട്ട് 1 റേഡിയസിൽ വരയ്ക്കുന്ന സർക്കിളിലെ ഉള്ള എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സും, ആ കോംപ്ലക്സ് നമ്പേഴ്സിനെയെല്ലാം ഇവിടെ മാപ്പ് ചെയ്യുന്നത് 1-ലേക്കാണ്. സോ യൂണിറ്റ് സർക്കിളിലെ കോംപ്ലക്സ് നമ്പേഴ്സ് എല്ലാമാണ് ഇവിടുത്തെ നമ്മുടെ സബ് ഗ്രൂപ്പ് യു എന്നെടുക്കാം. ദാറ്റ്സ് കോൾഡ് അവർ കേർണൽ. അതായത് ജി ഡാഷിൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന ജിയിലെ എലമെൻറ്റ്സുകളുടെ കളക്ഷനാണ് കേർണൽ. സോ ഇവിടെ ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1-ലേക്ക് മാപ്പ് ചെയ്യുന്ന നമ്മുടെ ജിയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന യൂണിറ്റ് സർക്കിളിലുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് എല്ലാം. സോ ഓക്കെ, സോ ദിസ് എ കേർണൽ. അപ്പോൾ യൂണിറ്റ് സർക്കിളിലെ പോയിൻറ്റ്സ് കോംപ്ലക്സ് നമ്പേഴ്സാണ് ഇവിടുത്തെ കേർണൽ. അഗെയിൻ, സോ നമുക്കിനി ഓരോ കോസറ്റും നോക്കാം. ഈ കേസിൽ ദ കോസറ്റ്സ് ഓഫ് യു, ഇപ്പോൾ കേർണലിന് കറസ്പോണ്ടിങ് എ എച്ച് എന്നെടുത്താൽ ഇവിടെ എച്ച് എന്ന് പറയുന്നത് യു ആണ്, കേർണൽ എന്ന് പറയുന്നത് യു ആണ്. സോ ഈ കേർണലിൻ്റെ ഓരോ കോസറ്റും കൺസിഡർ ചെയ്യുക, അതായത് കോംപ്ലക്സ് പ്ലെയിനിലെ ഓരോ നമ്പർ. ഇപ്പോൾ 1H എന്ന് പറയുന്നത് 1U എന്ന് പറയുന്നത് യു തന്നെ. ഇനി അഗെയിൻ അനദർ നമ്പർ 2 എടുത്താൽ നമ്മുടെ ജിയിലെ ഓരോ എലമെൻറ്റ്സ്, ഓരോ നമ്പേഴ്സും, ജി എന്ന് പറഞ്ഞാൽ C സ്റ്റാറാണ്, ഓരോ കോംപ്ലക്സ് നമ്പേഴ്സും ഓരോ നമ്പേഴ്സും എടുക്കുക. ദെൻ അതിൻ്റെ കേർണൽ ലെഫ്റ്റ് കോസറ്റ്സ് കാണുക, ദ കോസറ്റ്സ് ഓഫ് യു. അപ്പോൾ നമുക്ക് 2U കൺസിഡർ ചെയ്താൽ റേഡിയസ് 2 വരുന്ന ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള സർക്കിൾ. അപ്പോൾ നമുക്ക് ഓരോ കോസറ്റും, ഈ യുവിൻ്റെ ഓരോ കോസറ്റും എന്ന് പറയുന്ന ഓരോ സർക്കിൾസാണ്, ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള സർക്കിൾസ്. ഓക്കെ, ആ സർക്കിളിലെ പോയിൻറ്റ്സിനെ എല്ലാം എങ്ങോട്ട് മാപ്പ് ചെയ്യുക ഈ ഫംഗ്ഷൻ? ആ സർക്കിൾ പോസിറ്റീവ് റിയൽ ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ ആ പോയിന്റിലേക്കാണ് മാപ്പ് ചെയ്യുക. അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. നമുക്ക് യൂണിറ്റ് സർക്കിളിലുള്ള എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1. അതായത് ആ യൂണിറ്റ് സർക്കിൾ പോസിറ്റീവ് റിയൽ ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന 1 കൂടിയാണ്. സോ 1 ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനിയിപ്പം നെക്സ്റ്റ് കോസറ്റ് നമ്മൾ 2U എന്ന കോസറ്റ് കൺസിഡർ ചെയ്യുന്നു. 2U എന്ന കോസറ്റ് കൺസിഡർ ചെയ്താൽ ഒറിജിൻ സെൻറ്ററായിട്ട് റേഡിയസ് 2 വരുന്ന സർക്കിളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ സർക്കിൾ വരുന്ന കോംപ്ലക്സ് നമ്പേഴ്സിനെ എല്ലാം എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുക? 2-ലേക്ക്. അതിൻ്റെ എല്ലാം മാഗ്നിറ്റ്യൂഡ് 2 ആണ്, 2-ലേക്കാണ് മാപ്പ് ചെയ്യുക. അതായത് സർക്കിൾ പോസിറ്റീവ് റിയൽ ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2-ലാണ്. സോ 2-ലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓരോ സർക്കിളിനെ പോസിറ്റീവ് റിയൽ ആക്സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലേക്കാണ് ഈ മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ.
Let D be the additive group of all differentiable function mapping R into R. R in R ലേക്കുള്ള differentiable functionsന്റെ collection D. F be the additive group of all functions mapping R into R. R in R ലേക്കുള്ള എല്ലാ functionsന്റെയും collection. അപ്പോൾ differentiable functionsന്റെ collection റിയൽ നമ്പർ സിസ്റ്റത്തിന് റിയൽ നമ്പർ സിസ്റ്റത്തിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസിനെയും കളക്ഷൻ അണ്ടർ അഡീഷൻ കൺസിഡർ ചെയ്യുക. അഗൈൻ റിയൽ നമ്പർ സിസ്റ്റത്തിന് റിയൽ നമ്പർ സിസ്റ്റത്തിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസിനെയും കളക്ഷൻ അണ്ടർ അഡീഷൻ കൺസിഡർ ചെയ്യുക. The differentiation gives us a mapping. So this gives a mapping that is phi from D to F. Phi of F is equal to F dash. ഓരോ ഫംഗ്ഷനെയും നമുക്കറിയാം ഡിയിലെ ഫംഗ്ഷൻസ് എല്ലാം ഡിഫറൻഷ്യബിൾ ആണ്. ഓരോ ഫംഗ്ഷനെ അതിൻ്റെ ഡെറിവേറ്റീവിലേക്ക് മാപ്പ് ചെയ്യുന്നു. ദറ്റ്സ് അവർ ഫംഗ്ഷൻ. ദിസ് phi is a homomorphism since phi of F plus D is equal to F plus D derivative of F plus D. That is equal to derivative of F plus derivative of G. That is phi of F plus phi of G. So this map is a homomorphism. So now find the curl of phi. Curl phi equal to D to F ആണ് ഫംഗ്ഷൻ. സോ എഫിലെ ഐഡൻറ്റിറ്റി ദാറ്റ്സ് ആറിന് ആറിലേക്കുള്ള ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് സീറോ ഫംഗ്ഷനാണ്. ഒരു ഫംഗ്ഷൻ അഡീഷനാണ് ഓപ്പറേഷൻ. സോ ഒരു ഫംഗ്ഷൻ്റെ കൂടെ സീറോ ഫംഗ്ഷൻ ആഡ് ചെയ്താലാണ് സെയിം ഫംഗ്ഷൻ കിട്ടുക. സീറോ ഫംഗ്ഷൻ മീൻസ് എല്ലാ എലമെൻറ്റിനെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ. സോ സീറോ ഫംഗ്ഷനിലേക്ക് മാപ്പ് ചെയ്യുന്ന ഡിയിലെ എലമെൻറ്റ്സ് ദാറ്റ് ഈസ് കേൾ ഫൈ. സീറോ ഫംഗ്ഷനിലേക്ക് മാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് സീറോ വരുന്നത് ദാറ്റ് ഫംഗ്ഷൻസ് എല്ലാം അതാണ് കേൾ ഫൈയിലെ മെമ്പർ. ഏതൊക്കെ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് സീറോ വരിക കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീറോ വരിക. സോ കേൾ ഫൈയിൽ വരിക എല്ലാ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസും. So which form a subgroup of C of F. So constant functions form a subgroup of D. Next one corollary. A group homomorphism phi from G to G dash is a one-to-one map if and only if curl phi equal to set E. A group homomorphism phi from G to G dash is a one-to-one map if and only if curl phi equal to set E. G in the G dash like a one-to-one map. ഹോമോമോർഫിസം അത് 1 ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേൾ ഫൈ ഈക്വൽ ടു സെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം പ്രൂവ് ചെയ്യാനുണ്ട്. ഇതിൽ നിന്ന് ജി ഡാഷിലേക്കുള്ള ഹോമോമോർഫിസം 1 ആണെങ്കിൽ കേൾ ഫൈ ഈക്വൽ ടു സെറ്റ് എന്ന് പ്രൂവ് ചെയ്യണം. ജിയിൽ നിന്ന് ജി ഡാഷിലേക്കുള്ള ഹോമോമോർഫിസത്തിൽ കേൾ ഫൈ ഈക്വൽ ടു സെറ്റ് ആണെങ്കിൽ ദാറ്റ്സ് എ 1 ഫംഗ്ഷൻ എന്ന് പ്രൂവ് ചെയ്യണം. സോ ഇഫ് കേൾ ഫൈ ഈക്വൽ ടു സെറ്റ് കേൾ ഫൈ സെറ്റ് എന്ന് അസ്യൂം ചെയ്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫൈ ഇസ് എ 1 മാപ്പ്. If curl phi equal to set E, then for every A element of G, the element mapped into phi of A are precisely the elements of left coset AE, that is equal to A. നമ്മളിപ്പം ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത തിയറം curl phi equal to H ആണെങ്കിൽ AH ലെഫ്റ്റ് കോസറ്റ് എന്ന് പറയുന്നത് ഫൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എ ആണെന്ന് കണ്ടു. അതായത് ഫൈ ഓഫ് എയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സുകളുടെ കളക്ഷനാണ് അതിൻ്റെ ലെഫ്റ്റ് കോസറ്റ് AH. സോ അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫൈ ഓഫ് എ ആർ പ്രസസ്ലി ഫൈ ഓഫ് എയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് AH ആണ്. ഇവിടെ H എന്ന് പറയുന്നത് സെറ്റ് E. അപ്പോൾ ഫൈ ഓഫ് എയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ A ഇൻറ്റു സെറ്റ് E ആണ്. A ഇൻറ്റു സെറ്റ് E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക സെറ്റ് E. അപ്പോൾ Aന് മാത്രമേ ഫൈ ഓഫ് എയിലേക്ക് മാപ്പ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ലെഫ്റ്റ് കോസറ്റ് AHൽ A മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ A മാത്രമേ ഫൈ ഓഫ് എയിലേക്ക് മാപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏത് ലെഫ്റ്റ് കോസറ്റ് എടുത്താലും അതിലൊരു എലമെൻറ്റേ ഉള്ളൂ, അതിനെ മാത്രമേ ഇപ്പോൾ ഫൈ ഓഫ് എയിലേക്ക് മാപ്പ് ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഫംഗ്ഷൻ ഇസ് 1, 1. Conversely, suppose phi is 1-to-1, phi 1-1 എന്ന് അസ്യൂം ചെയ്യുക. We want to prove that phi of E equal to E dash. Sorry, we want to prove that curl phi equal to set E. അപ്പോൾ phi 1-1 എന്ന് അസ്യൂം ചെയ്താൽ നമുക്ക് ഓൾറെഡി അറിയാം phi of E equal to phi ഹോമോമോർഫ്സ് ആണെങ്കിൽ ഐഡൻറ്റിറ്റിയാണ്, ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുക. അപ്പോൾ phi of E equal to E dash എന്നറിയാം. അഗെയിൻ ഫൈ 1-1 ആയതുകൊണ്ട് വേറൊരു എലമെൻറ്റിനെ ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യില്ല. ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. 1-1 ഫംഗ്ഷൻ ആയതുകൊണ്ട് മറ്റൊരു എലമെൻറ്റിനെ ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യില്ല. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒറ്റ എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ കേൾ ഫൈയിൽ ഒറ്റ എലമെൻറ്റേ ഉള്ളൂ സെറ്റ് E. ഓക്കെ.